അരുണിമണി ബീവി ഖദീജ മാളിക മുകളിൽ കയറിയിരുന്ന് തിരുത്വാഹ നബിയുടെ വരവത് കാണാൻ തുനിയുന്നേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാൻ 10 അള്ളാഹുവിന്റെ റസൂൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയ പത്നി ഖദീജ ബീവിയുടെ ആണ്ടുദിനം, അവരെ ഓർക്കേണ്ട ദിനം. അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവളായിരുന്നു ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. ഒന്നുമില്ലാതിരുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ എല്ലാം കൊടുത്തു, സമ്പത്ത് കൊടുത്തു, സന്താനങ്ങളെ കൊടുത്തു, എല്ലാം കൊടുത്തു. ജബലുൻ നൂറിൽ അള്ളാഹുവിന്റെ റസൂൽ ധ്യാന നിമഗ്നായിരിക്കുമ്പോൾ ഒരു ദിവസം 4ഉം 5ഉം പ്രാവശ്യവും ജബലുൻ നൂറിന്റെ മുകളിൽ കയറി. അവസാനം അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ദിവസം കടന്നു വരുന്നുണ്ട്. യാ റസൂലല്ലാഹ്, ഹബീബായ നബിയെ, അള്ളാഹു അങ്ങയുടെ പ്രിയ പത്നി ഖദീജക്ക് സലാം പറഞ്ഞിട്ടുണ്ടെന്ന്. ആ വാർത്ത അള്ളാഹുവിന്റെ റസൂൽ ഖദീജ ബീവി അറിയിച്ചപ്പോൾ ഖദീജ ബീവി കൊടുത്തൊരു മറുപടിയുണ്ട്. ഇന്നല്ലാഹ ഹുവസ്സലാം വഅലാ ജിബ്രീൽ അസ്സലാം വഅലൈക്കസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, അള്ളാഹു സലാം പറഞ്ഞ മഹദിയാണ് ഖദീജ ബീവി. അവരുടെ ബറക്കത്തും അവരുടെ പൊരുത്തവും അള്ളാഹു നൽകുമാറാവട്ടെ. എല്ലാവരും ഒരു ഫാത്തിഹ അവരുടെ മേൽ ഓതണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.